എന്തായാലും നമ്മൾ ഇത്രയും നേരം കാത്ത് ഇരുന്ന് നിങ്ങളെ കൂടി അവിടെ നിന്ന് പറഞ്ഞ് ഞാനിങ്ങനെ പൊക്കി കൊണ്ടുവന്ന ആള് ഇവിടെ വന്നിട്ടുണ്ട്. കാണിച്ചു തരാം. അപ്പൊ നമ്മളെന്തായാലും ഒന്ന് മേക്കപ്പ് എല്ലാം ഇടാന്ന് വിചാരിച്ചിട്ട് പോവാൻ വേണ്ടി പോയല്ലേട്ടാ. ഹലോ ഫുള്ള് വെയില്. ആരാണ് അത്ര വലിയ ഹോയ് വിട്ടത്? അപ്പൊ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും വണ്ടിയിൽ കാണുമ്പോ അറിയാലോ. ക്ഷീണെല്ലാം കഴിഞ്ഞ് ഞങ്ങളിതാ വണ്ടിയിൽ കേറി. 5:30 കേറിയട്ടാ. 5 മണിക്ക് ഇറങ്ങണം എന്നിട്ട് 6 മണിയായി കേറിയപ്പോ. 5 മണിന്ന് നമ്മള് പറഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ 5:45 വീട്ടിൽ നിന്ന് വിടുന്ന സമയത്ത്. അത് പിന്നെ ഒന്നും പറയണ്ട. പുറത്തുനിന്ന് ലോക്ക് അടക്കാൻ നോക്കുമ്പോ ലോക്ക് ആവുന്നില്ല, ഷൂ കാണുന്നില്ല. എന്തൊക്കെ നമ്മൾ എത്രയൊക്കെ ഒരുക്കങ്ങൾ ആക്കി വെച്ചെന്ന് പറഞ്ഞാലും പോകാൻ നേരത്ത് ഒരിതുണ്ടാവും. ഉറങ്ങിപ്പോയി. പറഞ്ഞാല് ഉറങ്ങിയതറിയാലോ. നിങ്ങൾ കണ്ടല്ലോ, 1 മണിക്കാണ് ഉറങ്ങിയത്. 1 മണിക്ക് ഉറങ്ങിയിട്ട് പിന്നെ 4 മണിക്ക് അലാറം വെച്ച് എണിച്ചിട്ട് അലാറം അടിച്ചതൊന്നും അറിഞ്ഞില്ലാന്ന് അങ്ങനെ ഉറങ്ങിപ്പോയി. അപ്പൊ എന്തായാലും നമ്മളിതാ അളിയാ ഇവിടെ എന്താണോ മനുഷ്യത് ഒരു മിണ്ടാട്ടിലാണ് ഇത് വണ്ടി ഓടിക്കണ. പൊടിയാളിയാ പൊടിയാക്കണളിയാ. വണ്ടി റോഡിലൊക്കെ ഓടിക്കി. പൊടിപാറ്റളിയനാണ്. പൊടിപാറ്റളിയൻ. അപ്പൊ എന്തായാലും എല്ലാവരും ഉണ്ട്. ആ ഓകളിയൻ എത്ര പേര് എല്ലാവരും ഉണ്ട്. അതെ, അച്ഛൻ ഇവിടെയുണ്ട്. അമ്മയും പിള്ളേഴ്സ് 2 പേരും ബാക്കിലുണ്ട്. അതെ, അപ്പൊ നീ ഇവിടെ ഉണ്ടല്ലോ, കണ്ടല്ലോ. മതി. ഇപ്പൊ ചായ കുടിച്ച് കഴിഞ്ഞിട്ടുള്ളു ഗൈസ്. പുട്ടാരും കഴിച്ചിട്ടില്ല, അതുകൊണ്ട് അധികം തള്ളണ്ട. ചായ കുടിച്ചത് അങ്ങനെ അങ്ങോട്ട് ശരിയായിട്ടില്ല. ഇപ്പഴായി പിന്നെ നമ്മള് രാവിലെ പോകുമ്പോ ഈ ചായ കുടിക്കുന്നത് എന്താന്നറിയില്ല കൃത്യമായിട്ട്. നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് കിട്ടല് കുറവാണ്. ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുന്ന കട അറിയുമെങ്കിൽ അതായത് കണ്ണൂര് മുതൽ എറണാകുളം വരെ. കണ്ണൂര് മുതൽ എറണാകുളം വരെയുള്ള കട ലിസ്റ്റ് പഴക്കാം. എന്താ നോക്ക്. അതല്ല ചേട്ടക്ക് ഇത്ര വിഷമം വേറൊന്നുമില്ല. ചേട്ടൻ കൊടുത്തതിൽ അയിലത്തലില്ല. കോമഡി. അത് സംഭവിച്ചാലേ എനിക്ക് അയിലില്ലേ മീൻ പൊതുവെ ഇങ്ങനെ മുഴുവനായിട്ട് ഇങ്ങനെ കാണണം. ആ തല മുതൽക്ക് വാല് വരെ ഒടിയാതെ കാണണം. ഭയങ്കര ഇഷ്ടം. നല്ല മുളകിട്ട് അയിലൊക്കെ അറിയാന്ന് ചേട്ടക്ക് വേണ്ടത്. ഇത് കിട്ടിയതോ തേങ്ങ അരച്ച് വെച്ചാൽ എന്റെ അയിലയില് നോക്കുമ്പോ പകുതി അങ്ങനത്തെ പകുതി വാങ്ങുന്ന അയിലക്കറിയല്ല. അത് വലിയ പകുതി ആയി കിട്ടില്ല. അങ്ങനെയല്ല, ഇത് പോയിട്ട് കാഭാഗം പോയി ആരും എടുത്തിട്ട് പോയത്. ഞാൻ പറഞ്ഞ എന്റെ അയിലക്ക് എനിക്ക് എന്റെ അയില മുഴുവനായിട്ട് വേണമെന്ന് പറഞ്ഞു. അയ്യോ സോറി കേട്ടാ എന്നിട്ട് അയിലെടുത്തിട്ട് പോയിട്ട് വീണ്ടും മുഴുവനായിട്ട് കൊണ്ടെത്തുന്നു. അപ്പൊ എന്തായാലും നമ്മളിപ്പോ യാത്ര പോകുന്ന കാര്യം പറഞ്ഞു. നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു നമ്മൾ പോകുന്നത് ഇപ്പൊ ചെറായിക്കാണ്. അപ്പോ പറഞ്ഞല്ല, നിങ്ങൾക്കറിയാവുന്ന ഞങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളുടെ കല്യാണത്തിന് പ്രത്യേകതയുണ്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രത്യേകതയാണ്. അതാണ് ഇഷ്ടപ്പെട്ട ഒരാളും കൂടി. അതെ. അപ്പൊ നമ്മുടെ പുതിയ, ഞാൻ ഒരിക്കലും പറഞ്ഞു, നമ്മുടെ ഫാമിലിയിലുള്ളവർക്ക്, അതായത് നമ്മുടെ ബ്ലോഗ് 4 ഫാമിലിയിലെ പുതിയ മെമ്പേഴ്സിന് അറിയാൻ സാധ്യതയില്ല. പഴയ എല്ലാവർക്കും അറിയാം. വീഡിയോ എല്ലാം കഴിഞ്ഞ ആളെല്ലാം കാണിച്ചു കഴിയുമ്പോ നമ്മൾ ഒന്നും കൂടി പരിചയപ്പെടുത്തും. അതന്നെ. അപ്പൊ പുതിയതായിട്ട് ഉള്ളവർക്ക് പരിചയപ്പെടുത്താം ഒന്നുകൂടി. പഴയ ഉള്ളവരെ ആരും മറക്കൂല ഇയാളെ. അപ്പൊ ആളുടെ കല്യാണം പ്രത്യേകതകൾ ഉണ്ടെന്ന് വെറുതെ പറയുന്നതല്ല, പ്രത്യേകതകൾ ഉണ്ട്. അവിടെ ചെല്ലുമ്പോ കാണാം. അപ്പൊ ഇപ്പൊ നമ്മള് ഏതാണ്ട് ഇപ്പൊ കൊയിലാണ്ടി അടുപ്പിച്ചെത്താനായി. നമ്മുടെ കൊയിലാണ്ടിയിലെ റോഡുകളെ പറ്റി ഇപ്പൊ വൈറലാണ് പൊതുവെ. കൊയിലാണ്ടിയിലെ റോഡും അല്ലെ, കൊയിലാണ്ടിയിലെ റോഡ് എന്ന് പറയുമ്പോ പൊതുവെ വൈറലാ. ഇപ്പൊ അളിയൻ ഇങ്ങനെ ആടുന്നുണ്ടെങ്കിൽ കൊയിലാണ്ടി അല്ലെ, അല്ലെങ്കിൽ കൊയിലാണ്ടി. അപ്പൊ ഇതിപ്പോ കണ്ട ഇങ്ങനെ എല്ലാരും ആടുന്നുണ്ട്. അപ്പൊ ശരിയാവും. റോഡ് പണിയൊക്കെ അല്ലേ, എല്ലാം ശരിയാവട്ടെ. മെല്ലെ അങ്ങനെ ആവട്ടെ. അപ്പൊ വേഗത്തിലാവട്ടെ. അപ്പൊ എന്തായാലും നമ്മൾ രാവിലെ ഇറങ്ങിയപ്പോ എന്തോ കോമഡി അയച്ചോളാ കൊച്ചിന്. എന്നാ മറ്റേ കോമഡി പറയും നമ്മൾ ഷേവിങ്ങിന്റെയും കട്ടിങ്ങിന്റെയും. അത് പറയുന്നത് ഒരു ബാർബർ ഷോപ്പ് ആണെന്ന് കരുതിയിട്ട് വേറെ എവിടെയോ പോയ ഒരാള് എന്ന് പറഞ്ഞിട്ട് അത് പറയുന്നത്. അതെ, പഠിപ്പിച്ചരാച്ച. നല്ല കോമഡിയാണ്. ഒന്നും കിട്ടാത്ത സമയത്ത് മോനെ അടിക്കാൻ പറ്റിയ കോമഡി. അമ്മ എന്ത് പറയുന്നമ്മേ? ഓ സുഖം. കോമഡി ആലോചിക്കുന്നു. മുമ്പ് പോകുമ്പോ അമ്മേന്റെ അരച്ചായ അമ്മേന്റെ അരച്ചായ ഉണ്ട്. ഞങ്ങൾ നിരപരാധികളാണ് ഉണ്ട്. അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. അവരുടെ ഒരു മൊബൈല്, അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. നിരപരാധികളത് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. പുതിയ ആരും അറിയാൻ അത് പണ്ട്
നമ്മളിങ്ങനെ വീട്ടില് എന്തോ ഒരു ഇങ്ങനെ സഹായമൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ വരില്ലേ വെള്ളപ്പൊക്കത്തിൽ ഇതൊക്കെ ആയിട്ട് സഹായമൊക്കെ ചോദിച്ചു വരുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ആരോ വന്നു, ഇപ്പഴല്ല നമ്മള് ചെറുപ്പത്തില. അപ്പൊ അമ്മേന്റെ ചെറുപ്പത്തിലല്ല, ഞങ്ങള് കുറച്ച് ചെറുപ്പത്തില് ചെറുപ്പത്തിൽ വെച്ചാൽ 10ലൊക്കെ പഠിക്കുമ്പോഴാണ്. അപ്പൊ ഇതുപോലെ ഈ ഇങ്ങനെ ഒരു പാവപ്പെട്ടവരിങ്ങനെ ചോദിച്ചെന്തോ ഹിന്ദിക്കാരല്ല മലയാളികൾ തന്നെയാന്ന് തോന്നുന്നത്. വെള്ളപ്പൊക്കത്തിന്റെ തമിഴരാ മറ്റാണ്. അപ്പൊ അവര് വന്ന് സഹായം ചോദിച്ചോടെ അമ്മ പറയണേ, അമ്മ പറയണേ അപ്പൊ നമ്മള് പറയില്ലേ നമ്മളൊന്നുമില്ല, നമ്മളന്ന് വാടകയ്ക്കൊക്കെയാണ്, അപ്പൊ പാവങ്ങളാണെന്നൊക്കെ പറയില്ല. അപ്പൊ അമ്മ എല്ലാരോടും പറയണെന്ന് അറിയാം, അവരോട് മാത്രമല്ല. ഞങ്ങളുടെ അടുത്തൊന്നുമില്ല, ഞങ്ങൾ നിരപരാധികളാണേ, ഞങ്ങളുടെ അടുത്തൊന്നുമില്ല. അപ്പൊ ഞാനും സന്ധ്യം വിചാരിക്കും എന്താ ഇത് നിരപരാധി എന്ന് പറയുന്നത്, ഇതിൽ കുറ്റം ചെയ്യാത്തവരല്ലേ നിരപരാധി എന്നൊക്കെ പറയാ. അപ്പൊ നമ്മുടെ വിചാരം എന്താ പറയാ, നമ്മുടെ വിചാരം ഇത് ഈ നിരപരാധികൾ എന്ന് പറഞ്ഞാൽ കയ്യിൽ പൈസ ഇല്ലാത്തവരാണെന്നാണ് അമ്മ വിചാരിച്ചിരുന്നത്. അങ്ങനെയല്ല അമ്മ വിചാരിച്ചിരുന്നത്. പിന്നെ അമ്മ എന്തിനാ പൈസ വയ്ക്കുന്ന നിരപരാധിയാന്ന് പറയുന്നത്? നിങ്ങൾ ഇപ്പഴായ പിന്നീട് അത് നിങ്ങൾക്ക് മനസ്സിലായത്. ബോധം വെച്ച് അന്ന് ഞങ്ങക്ക് ബോധമില്ലാത്ത കാലത്ത് ഞങ്ങൾ പലതും പറഞ്ഞ് പഠിപ്പിച്ചു. ഞങ്ങളടുത്തൊന്നുമില്ല, ഞങ്ങൾ അപ്പൊ അവരില്ലേ അവര് വാവിളിക്കണം ഇങ്ങനെ, കുറ്റം ചെയ്തോന്ന് ചോദിച്ചില്ലല്ല എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ അതാണ് അമ്മേന്റെ നിരപരാധികൾ എന്നുള്ള സംഭവം. എന്താ അടിയാന്നും ബസ്സുകാരും എന്തോ പ്രശ്നമായിട്ടുണ്ട് കേട്ടോ. അതന്നെ ബസ്സുകാരും കാറുകാരും തമ്മിൽ എന്തോ കുഴപ്പമായി. അവിടെ എന്തോ പ്രശ്നം നടക്കുന്നുണ്ട് ഗൈസ്, അതെന്തോ ആവട്ടെ. അപ്പൊ അവരോ തീർപ്പാവട്ടെ. അപ്പൊ എന്നാ പിന്നെ നമുക്ക് ഇനി വഴിയെ കാണാം. നമ്മളില്ലേ അതല്ലേ ഇങ്ങനെ നമ്മളെ വണ്ടി ആടുന്നുണ്ടെങ്കിലല്ലേ നമ്മൾ ഈ കൊയിലാണ്ടിയിലല്ലേ നിക്കുന്നേ. അപ്പൊ ഇങ്ങനെ വണ്ടി ആടുമ്പോ ഈ കൊയിലാണ്ടി ഫുള്ള് ആടൂലേ? അത് ശരിയായിട്ടില്ല, ഏറ്റിട്ടില്ല. അതിപ്പോ കോമഡി ആയി വരുന്നേ ഉള്ളൂ. രാവിലെ തന്നെ ആവുമ്പോ ദുഗോ പിന്നെ മിണ്ടൂല. ഉണ്ട്, ബാക്കിലുണ്ട്. അപ്പൊ ഈ കോമഡി ഇങ്ങനെ നമ്മള് എന്റെ അമ്മ രാവിലെ തന്നെ ആയതുകൊണ്ട് കോമഡി ആയി വരുന്നേ ഉള്ളൂ. കുറച്ച് വരണം. നമ്മളിപ്പോ ഒരു ഷോർട്സ് എടുക്കാൻ വേണ്ടി പോയിന്. മറ്റേ ആ ഷോർട്സിനകത്ത് ഇതിലല്ല, നമ്മൾ ഷോർട്സ് ആയിട്ട് ഇടാം. ഒരു മറ്റേ പാട്ടില്ലേ, എന്താണ് തിങ്കൾ കുടന്നിറയ ഞങ്ങൾ മയങ്ങുമീതഞ്ചൽ, അത് കിട്ടുന്നില്ല ഗൈസ്. അപ്പൊ ആ പാട്ടിന് നമ്മളൊരു സംഭവം ചെയ്യാൻ പോകുന്നു അല്ലേ? തുടങ്ങിയാൽ നമുക്ക് റെഡി. ഈ പാട്ടാണ് അമ്മേ ഇവള് തിങ്കൾ കുടം നിറയെ പാടൂലേ? അപ്പൊ അമ്മയൊക്കെ പാടുന്നു. ഇന്ദ്രു അങ്ങനെ നിന്നോ, തലമുട്ടുണ്ടോ? അപ്പൊ ചേച്ചിനെ കാണൂല, ചേച്ചി ഇന്ദ്രു ഇരിക്കുന്നു. റെഡി 1 2 3 സ്റ്റാർട്ട്. നമ്മളില്ലേ പോകുന്ന റൂട്ടിൽ നിന്ന് വണ്ടി തിരിച്ചിട്ടുള്ള ഒരു സാധനം കണ്ടിട്ട് വാങ്ങാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനമാണ്. പക്ഷെ കിട്ടലും കുറവാണ്. ഇവിടെ കിട്ടൂ. ഇതുണ്ടെങ്കിൽ ഈ ഗുരുവായൂർ റൂട്ടിൽ ഇങ്ങനെ വരുന്ന സ്ഥലത്താ കാണുക. നമുക്ക് ഭയങ്കര ഇഷ്ടം. നിങ്ങക്ക് ഇഷ്ടമല്ല ഇത്? ഞാൻ ഇറങ്ങി വാങ്ങിക്കട്ടെ, കാണിച്ചു തരാം എന്താ സാധനം നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് നോക്ക്. പെട്രോളും ഡീസലും എല്ലാം പോകും. മക്കളെ നിങ്ങക്ക് വേണ്ടേ? വേറെ ഒന്നല്ല, ഈ ബബ്ലൂസ് ഇറങ്ങാം. അച്ഛന്റെ പണ്ടത്തെ തൊഴിലായിരുന്നു അല്ലേ കച്ചവടം? അച്ഛനൊരു കച്ചവടം ചെയ്തിട്ടുണ്ട് പെരുന്നാളിനും ഉത്സവത്തിനൊക്കെ എല്ലാവരും നാടകം കാണും. പക്ഷെ ഇപ്പൊ ആ ചോപ്പ് പണ്ടത്തെ സാധനം കിട്ടണല്ലോ, കുറവാണ്. ചോപ്പ് നോക്കിയിട്ട് ഉണ്ടെങ്കിൽ നോക്കിയിട്ട് എടുത്തേട്ടാ. എന്നാ പൊളിച്ചോ. ഇത് പോകുന്ന വഴിക്ക് ബബ്ലൂസ് ഇറങ്ങിട്ടെ. നമ്മള് ബബ്ലൂസ് ഇറങ്ങിയെന്നതിനെ പറയുന്നത്. വേറെ സ്ഥലങ്ങളിലൊക്കെ എന്താ പേര് പറയണമെന്നറിയില്ല. നമ്മൾ ബബ്ലൂസ് ഇറങ്ങിയെന്നാ പറയുന്നത്. കമ്പിളി എന്നല്ലേ? തെക്കോട്ട് കമ്പിളി. കമ്പിളി എന്ന് പറയുന്നുണ്ട്. നമ്മൾ ബബ്ലൂസ് ഇറങ്ങിയെന്നാ പറയല്. ആ ചേട്ടനത് ഇങ്ങനെ നല്ല ഒലിച്ച് തരുന്നുണ്ട് കേട്ടോ. ആഹാ, കൊള്ളാം. അടിപൊളി. നല്ലതാണ് നോട്ട്. നല്ലാണെങ്കിൽ
രണ്ടു മൂന്നെണ്ണം വാങ്ങി വണ്ടിയിൽ വെച്ചിട്ടാ പോകുന്നത്. പ്രാകാൻ പോണത് മോനത് കാറച്ച് കൈപ്പടിക്കണേ അതെന്താ വെറുതെ ഒരു രസം. അതെന്താ 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 സുഖം. അതാ 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 ആ മുണുങ്ങുന്ന വിശക്കുന്നു. ആ ഇവിടെ കച്ചലും പുളിയുണ്ട് എന്നാലും കുഴപ്പമില്ല. നല്ല പൊള്ളിച്ചില്ല, കുഴപ്പമില്ല, പൊള്ളിച്ചില്ല. വലിയ പൊള്ളിച്ചൊന്നുമില്ല. ഇതിങ്ങനെ വേസ്റ്റ് ഗ്ലാസ് വേസ്റ്റ് ഗ്ലാസ് കേട്ടോ വേസ്റ്റ് ഗ്ലാസ് വാങ്ങട്ടെ. കൊച്ചിടുന്ന് കരഞ്ഞിട്ട് അതിനെ മൈൻഡ് ആക്കിയിട്ടില്ല. ഇതാ പറയണ കാലമാണ്. അമ്മ വിളിച്ചു തരും കേട്ടാ, കൊടുക്കട്ടെ അങ്ങോട്ട്. അമ്മ വിളിച്ചാലും മോനെ അച്ഛൻ്റെ കയ്യിൽ കിട്ടുമെന്ന് വിചാരിക്കണ്ട. അച്ഛൻ തിന്ന് മരിക്കുകയാണ് കണ്ട. എന്തായാലും ഒരെണ്ണം കൂടി വാങ്ങി വണ്ടിക്കകത്ത് വെച്ചിട്ടുണ്ട്. അവിടെ പോയിട്ട് നമുക്ക് കഴിക്കാം. ഒരു പൊളിച്ചത് കേട്ടോ, പൊളിക്കടി കൊച്ചിനോടുക്കടി. നമ്മളെന്തായാലും ഇത് ഇങ്ങോട്ടേക്ക് എത്തി. ഇപ്പോ ചെറായിലെത്തി എന്ന് പറയാം അല്ലേ. ഇനിയിപ്പോ നമുക്കിത് 500 മീറ്ററേ കാണിക്കുന്നുള്ളൂ. ഇങ്ങനെ തിരിഞ്ഞാൽ നമ്മുടെ ഹോട്ടലായി. ഹോട്ടലിലെ ലൊക്കേഷനാണ് വെച്ചേക്കണം കേട്ടോ. അതാണ് ക്യാപിറ്റൽ ഹോളിഡേ എന്ന് പറഞ്ഞ ഹോട്ടലിലാണ് നമ്മൾ ഇന്നും നാളെയും ഉണ്ടാവുക. അപ്പോൾ ഇവരൊക്കെ നല്ല ഉറക്കമായിരുന്നു. അതാണ് കേസ് ഞാൻ വീഡിയോ ഒന്നും എടുക്കാഞ്ഞത്. നീക്കി ഒരു സൈഡിൽ ഉറങ്ങി. സന്ത ഞാൻ പറഞ്ഞു ഞാൻ എന്തോ ആഗോള കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ സന്ത ഉറങ്ങി. അച്ഛൻ നോക്കുമ്പോൾ ഞാനിവിടെ ഇരുന്നിട്ട് മറ്റേ പ്രപഞ്ചത്തിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഞാൻ തിരിഞ്ഞ് ബാക്കോട്ട് നോക്കുമ്പോ ഇല്ലേ സന്ത ആലോചിച്ച് കേൾക്കാനുണ്ടെന്ന് ചോദിച്ചു. ഭൂമി ഇങ്ങനെ ഉണ്ടായത് അങ്ങനെയൊക്കെ പറ്റി പറഞ്ഞിട്ടിരിക്കണം. അതെല്ലാം പറഞ്ഞിട്ടില്ലേ. നോക്കുമ്പോഴേക്കോ സന്ത നികി ഞാൻ ഇങ്ങനെ ഇരുന്ന് പറയണ് ബാക്കിലെ ഞാൻ എന്റെ അച്ഛനെങ്കിലും കേൾക്കണ്ടാവെന്ന് വിചാരിച്ചാൽ തിരിഞ്ഞ മുമ്പില്ലേ അച്ഛൻ കൂർക്കാൻ വലിച്ചുറങ്ങണ്. പിന്നെ ഞാൻ വായ അടച്ചു വെച്ച് ഇങ്ങനെ പിടിച്ചിട്ടുണ്ടല്ലോ. ആ അളിയൻ കേട്ട്, അളിയൻ ഇറങ്ങിയില്ല. അത് സംഭവം വലിയ സംഭവം. അളിയ എത്തിയല്ലേ മെല്ലെ നമ്മുടെ ഇതാന്നട്ടാ. ഇതാന്ന് സ്ഥലം എടുത്തോട്ട് ഇതന്നെ ഹോട്ടല് ഹോളിഡേസ്. ദ ക്യാപിറ്റൽ ഹോളിഡേസ്. റിവേഴ്സ് എടുത്ത് ഇങ്ങോട്ട് കയറ്റി പാർക്കിംഗ്. നമ്മളിവിടെ എത്തി ഗൈസ്. ഇത് തന്നെയാണ് നമ്മുടെ ഹോട്ടലിൽ. വണ്ടി പാർക്ക് ചെയ്യട്ടെ എന്നിട്ട് കാണാം. എന്തായാലും നമ്മളിത് റൂമിലേക്ക് എത്തി. ആദ്യം തന്നെ നമുക്ക് റൂം കാണാം, എന്നിട്ട് നമ്മൾ കാണാൻ വന്ന ആളെ കാണാം അല്ലേ. നമ്മളിങ്ങനെ ഇങ്ങനെ നിർത്തിയേക്കാണ് ഈ ആളെ കാണിക്കാണ്ട് ഇങ്ങനെ നിർത്തിയേക്കാണ് അല്ലേ. ഇപ്പൊ നിങ്ങൾ വിചാരിക്കണം ആരാണ് ഈ ആൾ ഇത്രയും നേരമായിട്ട് ഇപ്പം പറയാത്തത് എന്തെന്ന്. ഈ സമയം നമ്മളിവിടെ എത്തിയില്ലേ, പെട്ടെന്ന് പറയാം. അപ്പൊ ആദ്യം തന്നെ റൂം കാണാം കേട്ടാ. അതെ എന്തായാലും നമ്മൾ ഇവിടെ തന്നെ കാണിച്ചു തരാം. അതെ ഓക്കെ. അതെ അപ്പോൾ ഇതെന്നുള്ള രീതിയിൽ തന്നെ റൂം തുറന്ന് പോട്ടെ, കുഴപ്പമില്ല. തുറന്നു കഴിയുമ്പോൾ തന്നെ അതെ ഇവിടെ നല്ലൊരു മിറർ പരിപാടിയൊക്കെ സെറ്റാണ്. ഷെൽഫ് നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാല് നല്ല അടിപൊളി റൂം കേട്ടാ. പിന്നെ ഒരു റൂമല്ല 3 റൂമുണ്ട്. ഇതിപ്പോ കണ്ട ഇവരെല്ലാരും അറിഞ്ഞിരിക്കൊണ്ട് ഈ റൂമിൽ ഒന്നും കാണുന്നില്ല. ഇപ്പുറത്തുനിന്ന് തുറന്ന കണക്ഷൻ റൂമാണ്. ഇതിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ കണ്ട ഇതാണ് റൂം. കൊള്ളാട്ട അടിപൊളി. ഇതുപോലെ തന്നെ ഒരു റൂം പുറത്തുണ്ട്. അങ്ങനെ 3 റൂമുണ്ട് മൊത്തത്തിൽ കേട്ടാ. കണ്ട ഇഷ്ടമായില്ല എല്ലാവർക്കും. ബാത്റൂമോടെ കാണിച്ച ബാത്റൂം കാണിച്ച നോക്കില്ല. കൊള്ളാം. ഓക്കെ സെറ്റ്. അപ്പൊ എന്തായാലും കൊള്ളാം, അടിപൊളി. എങ്ങനെയുണ്ട് റൂമൊക്കെ? എങ്ങനെയുണ്ട്? അത് മൊത്തം അപ്പുറം തുറന്നിട്ടാ മൊത്തം ആൾക്കാർ അപ്പുറന്ന് കാണും. ഇഷ്ടമായാ? അപ്പൊ നമുക്ക് എന്തായാലും കുറച്ചേരം ഇവിടെ ഇരുന്നിട്ട് നമ്മള് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആളെ കാണാം അല്ലേ. അതെ ഓക്കെ. അപ്പൊ ഓക്കെ ഗൈസ്, സമയമായി. ഇനിയിപ്പതേ 1 2 3 ഇപ്പൊ കാണും നമ്മള്. എന്തായാലും നമ്മൾ ഇത്രയും നേരം കാത്ത് ഇരുന്ന് നിങ്ങളെ കൂടി അവിടെ നിന്നേ പറഞ്ഞ് ഞാനിങ്ങനെ പൊക്കി കൊണ്ടുവന്ന ആള് ഇവിടെ വന്നിട്ടുണ്ട്. കാണിച്ചു തരാം. ഇതാണ്. ഇങ്ങോട്ട് വന്നേ ഒന്ന് വെട്ടത്തോട്ട് കാണട്ടെ. നിങ്ങളെല്ലാവരും അവിടെ ഇരുന്നാ. ഇതാണ് നമ്മുടെ ജി ചേച്ചി. ആരിക്കാ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ നമ്മളെ വീഡിയോ പണ്ട് മുതലേ കാണുന്നവർക്ക് മനസ്സിലാവും, പുതുതായിട്ടുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അവർക്ക് വിശദമായിട്ട് പയ്യെ പറഞ്ഞുതരാം, പിന്നെ പറഞ്ഞുതരാം. ഇതാണ് നമ്മുടെ സ്വന്തം ചേച്ചി. നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ട എല്ലാവർക്കും അറിയാൻ പറ്റും. ഇനി അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ വിശദമായിട്ട് പിന്നെ പറയും. അപ്പൊ ഇതാണ് ചേച്ചി. പിന്നെ ചേച്ചി മാത്രമല്ല, ചേച്ചിയുടെ ഹസ്ബൻഡും ഉണ്ട്. ഹസ്ബൻഡ് എന്ന് പറയുമ്പോൾ പുള്ളി അകത്ത് റെഡി ആവുന്നുണ്ട്. പുള്ളിനെ കൂടി പുറത്തിറങ്ങിയിട്ട് നമുക്ക് കാണാം അല്ലേ. അതിനൊക്കെ ഒരുപാട് പ്രത്യേകതകളുണ്ട് അല്ലേ. അപ്പൊ എന്തായാലും നമുക്ക് ഇപ്പൊ വന്നിട്ടേ ഉള്ളൂ. നമുക്ക് റൂമിൽ കയറി ഒന്ന് ഫ്രഷ് ഒക്കെ ആയിട്ട് ചേച്ചി ഫ്രഷായി വരട്ടെ, എന്നിട്ട് നമുക്ക് വിശദമായിട്ട് പരിചയപ്പെടാം അല്ലേ. കുഴപ്പമില്ല.
ചേച്ചി പോയിട്ട് ഫ്രഷ് ആയിട്ട് വാ ചെല്ലി. ഓക്കെ, അപ്പോ നമ്മള് പറഞ്ഞതുപോലെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു കല്യാണമാണെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഇനി കല്യാണം ആരതാണെന്നല്ലേ അത് പറയാം. അതോടൊപ്പം ചേച്ചിയുടെ ഹസ്ബൻഡിനെ ഞാനിപ്പോൾ ഇതിനകത്ത് കാണിക്കാം, പരിചയപ്പെടുത്താം. പിന്നെ അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഉണ്ട് ഈ വ്ളോഗിന്. വഴിയാണ് മെല്ലെ മെല്ലെ കാണാം അല്ലേ. എന്തായാലും ജി ചേച്ചിനെ അറിയാത്ത അല്ലെങ്കിൽ ജി ചേച്ചി പണ്ട് നമ്മുടെ വീട്ടിൽ വന്ന വീഡിയോ കാണാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പുതിയ മെമ്പേഴ്സ്, അതായത് നമ്മുടെ വ്ളോഗ് ഫോറിലെ പുതിയ ഫാമിലി മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പരിചയപ്പെടുത്താട്ടോ. ജി ചേച്ചി ഇംഗ്ലണ്ടിലാണ്. ഒരു 1.5 വർഷം മുമ്പ് നമ്മുടെ വീട്ടിൽ വന്നിരുന്നു. അന്ന് നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു. അത് ഭയങ്കര വൈറലായിരുന്നു. FBയിലും യൂട്യൂബിലൊക്കെ അത്യാവശ്യം നല്ല ഭയങ്കര റീച്ചായിരുന്നു. ആ വീഡിയോ ചേച്ചി ഒരുപാട് ഗിഫ്റ്റുകളൊക്കെ ആയിട്ട് ഞങ്ങളെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഒരു 2 പെട്ടി നിറയെ ഗിഫ്റ്റുകളൊക്കെ ആയിട്ട് നിൽക്കും. ഞങ്ങളുടെ വീട്ടിൽ ഫാമിലിക്ക് എല്ലാവർക്കും ഗിഫ്റ്റുകളൊക്കെ ആയിട്ട് ചേച്ചി വന്നിരുന്നു ഞങ്ങളെ കാണാൻ. എന്താ പറയുക, അതിന് മുമ്പോട്ടെ ഞങ്ങളുടെ സ്വന്തം ഒരു ചേച്ചിനെ പോലെ ചേച്ചിനെ കാണുന്ന ഒരുപാട് കഥകളുള്ള എല്ലാവർക്കും മാതൃകയാക്കാൻ പറ്റിയ ഒരാളാണ് ചേച്ചി. പിന്നെ ഇതാണ് ചേച്ചിയുടെ ഹസ്ബൻഡ്. ഞാൻ പറഞ്ഞിരുന്നു ഒരുപാട് പ്രത്യേകതകളുണ്ടെന്ന്. വേറെ ഒന്നുമല്ല, UK കാരനാണ്, നമ്മളൊരു സായിപ്പാണ്, ബോറിസ് എന്നാണ് പേര്. പുള്ളിയാണ് ചേച്ചിയുടെ ഹസ്ബൻഡ്. ആ വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം, കാണാത്തവർക്ക് വേണ്ടി ഒരിക്കൽ കൂടി പറഞ്ഞതാണ്. ഒരുപാട് കഥകൾ പറയാനുണ്ട്. ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ ഒരു 2-3 വ്ളോഗ് തന്നെ വേണ്ടി വരും ഈ കഥകൾ മൊത്തം പറയുകയാണെങ്കിൽ. ചേച്ചി കല്യാണം കഴിച്ചതും ബോറിസിനെ കല്യാണം കഴിച്ചതും UK പോയത്, അങ്ങനെ ഒരുപാട് കഥകളുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഞാൻ കുറേയൊക്കെ പറയാം. ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ആ വീഡിയോ ഞാൻ പിൻ ചെയ്ത് വെക്കാം ഇവിടെ. ആദ്യമായിട്ടാണ് ഞങ്ങൾ ബോറിസിനെ കാണുന്നത്. പക്ഷേ അല്ലാതെ ചേച്ചി വീഡിയോ കോളൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങളെ കാണിച്ചു തരുന്നുണ്ട്. നേരിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ എന്തായാലും പരിചയപ്പെടാമെന്ന് ഒരുപാട് കാര്യങ്ങൾ ഇംഗ്ലീഷുകളൊക്കെ ഞങ്ങൾ അങ്ങോട്ട് അടിച്ച്, പുള്ളി ഇങ്ങോട്ട് കുറച്ച് മലയാളങ്ങളൊക്കെ അടിച്ചടിച്ചാണ് നമ്മൾ നിൽക്കണത്. സെൻട്രലായിട്ടുള്ള ഇംഗ്ലീഷും കാര്യങ്ങളൊക്കെ അടിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും വിശദമായിട്ട് പറയാം. ഇനി ആരതാണ് കല്യാണം ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് വിശദമായിട്ട് കാണാം കേട്ടോ. ഞങ്ങൾ എന്തായാലും ചേച്ചിനെ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് റൂമിലോട്ട് പൊക്കി. അപ്പം കഴിഞ്ഞ തവണ ചേച്ചി വന്നപ്പോൾ എന്താ പറയാ, നമ്മുടെ വീട്ടിൽ വന്നത് ഒരു പെട്ടി നിറയെ സാധനങ്ങളായിട്ട് വീട്ടിൽ വന്ന വീഡിയോ ആരും അത് വൈറലായിരുന്നു. ആ വീഡിയോയില് ജി ചേച്ചിയുടെ കുറെ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചിരുന്നു, പറഞ്ഞിരുന്നു അല്ലെ. അതൊക്കെ ആരും മറന്നിട്ടില്ല. എന്നോട് എത്ര പേരാ ജി ചേച്ചിയുടെ നമ്പർ വെച്ചന്ന് വിളിച്ചതെന്നറിയാമോ. പിന്നെ ജി ചേച്ചിനോട് സംസാരിക്കാനും ഒക്കെ ഒരുപാട് പേര് അന്ന് മെസ്സേജ് അയക്കലൊക്കെ ഉണ്ടായി. അന്ന് പക്ഷെ UK പോയ ആള് ഇപ്പോഴാണ് നമുക്ക് കിട്ടുന്നത്. അന്ന് അവിടെ നിന്ന് നമ്മള് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ കയറ്റി വിട്ടതാണ്. UK-ലേക്കല്ല, ട്രിവാൻഡ്രത്ത് പുള്ളിക്കാരൻ നേരെ UK പോയി. അവിടെ നിന്ന് ഇപ്പതേ ആള് ഇവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി 2-3 ദിവസം നമ്മള് ഇനി വരുന്ന 2-3 ദിവസം നമ്മൾ ചേച്ചിനോടൊപ്പം ഉണ്ടാവും. അപ്പൊ കുറച്ച് കാര്യങ്ങൾ ഉണ്ട് നമുക്ക് അല്ലെ. അപ്പൊ ഇന്ന് തൊട്ട് സത്യം പറഞ്ഞ ഈ 3 ദിവസം പരിപാടികളാണ്. അപ്പൊ അതൊക്കെ നമ്മള് സത്യം പറഞ്ഞ ഈ ഒരു ദിവസം ജി ചേച്ചി ഒരു 3 മാസം മുമ്പേ, അതിന് മേലെ ജി ചേച്ചി പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു ദിവസം വേറെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും സജീഷ് നിങ്ങൾ എല്ലാവരും മാറ്റി വെക്കണം, ഇവിടെ ഉണ്ടാവണം ചേച്ചിയോടൊപ്പം. ഞങ്ങൾ സത്യം പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ മാറ്റി വെച്ചിട്ട് അതിലൊക്കെ പ്രധാനപ്പെട്ടതാണ് ഞങ്ങൾക്ക് ചേച്ചിനോടൊപ്പം ഉള്ള ഈ ദിവസങ്ങൾ. അപ്പൊ എന്തായാലും അത് ഞങ്ങള് അടിച്ചു പൊളിച്ചേ പോവുള്ളൂ. 11-ാം തീയതി സെപ്റ്റംബർ 10-ാം തീയതി ബോറിസ് പോകും. 11th I'm planning to come to Kannur because I have things. അപ്പൊ അങ്ങനെ കുഴപ്പമില്ല. അപ്പൊ നമുക്ക് അടിപൊളി. അപ്പൊ നമുക്ക് പ്രോത്സാഹിപ്പിക്കാം, നമ്മുടെ കണ്ണൂർക്ക് വീണ്ടും വിളിച്ചോണ്ട് വരാൻ മതി. അപ്പൊ എന്തായാലും ഇനി ഭക്ഷണം കഴിക്കണം നമുക്ക്. പിന്നെ ജി ചേച്ചിയുടെ വിശേഷങ്ങൾ വഴിയെ അറിയാം, പുതിയ വിശേഷങ്ങളൊക്കെ. ഭക്ഷണം കഴിക്കാൻ പോയാലോ? അല്ല, എവിടെ പോയാല് അച്ഛന് ചോറ് മസ്റ്റാ. ചോറ് മറ്റേ അരിശേഷനെ കൊണ്ട് പറഞ്ഞ പോലെ ചോറ് എന്ന് പറഞ്ഞിട്ട് വേണ്ട, നീ അവിടെ ഇരിക്കണ്ട. ഇവിടെ എല്ലാരും വിശന്ന് പ്രാണം കത്തി. എടി കഴിച്ചോട്ടെ, പിടിയും വലിയാക്കല്ലേ എന്റെ മോനെ. ചോറിലൊക്കെ ചപ്പാത്തിയും കൂടി കറി തന്നെ. ഇവർക്ക് ചോറ് കേട്ടാ. നമ്മള് ബിരിയാണി മറ്റേ ഫ്രൈഡ് റൈസ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. അത് വരണത്രേ. എല്ലാവരും ഉണ്ട്. അവരുടെ ഇവിടെ കഴിക്കുന്നുണ്ട്, നമ്മളിവിടെ ഉണ്ട്. പിന്നെ നമ്മള് കഴിക്കട്ടെ അല്ലേ. എന്താ സൺഡേ ഇതല്ലേ, ഞാൻ ക്യാമറ പിടിച്ചിരുന്ന ഒന്നും കിട്ടൂല കേട്ടോ. എന്റെ ഷുഗർ കട്ട് ചെയ്യുന്ന ഒഴിവാക്കണേ ഇന്നൊരു ദിവസത്തേക്ക്. നമ്മളിത് ഇവിടെ തകർക്കലായി. സൺഡേ ഒക്കെ തല പൊന്തിക്കുന്നില്ല. ഫ്രൈഡ് റൈസാണ്, ഫ്രൈഡ് റൈസും ബിരിയാണി കേട്ടോ. അതാണ് നമ്മൾ ഓർഡർ ചെയ്തത്. എന്തുണ്ട്, ടേസ്റ്റ് ഉണ്ടോ? എന്നാ പിന്നെ നമ്മൾ കഴിക്കട്ടെ ഗൈസ്.
അപ്പൊ നമ്മളെന്തായാലും ഒന്ന് മേക്കപ്പ് എല്ലാം ഇടാന്ന് വിചാരിച്ചിട്ട് പോവാൻ വേണ്ടി പോയേട്ടാ. ഞങ്ങള് സ്ത്രീകളും കൂടി പോകും. ഞങ്ങൾക്ക് മേക്കപ്പിന്റെ ആവശ്യമൊന്നും ഇല്ല ശരി. ജന്മനാ ഞങ്ങള് നല്ല സൗന്ദര്യമുണ്ട് എനിക്ക്. ഇത് ഞെക്കാണ്ട് ഇവിടെ ഒന്നിങ്ങനെ നിന്നാലോ. വായി നോക്കിക്കുന്നു. അപ്പൊ എന്തായാലും അവിടെ എത്തിയിട്ട് ഫസ്റ്റ് സനിതേച്ചിനെ മേക്കപ്പ് മിക്കവാറും അത് തന്നെ ഇടും കേട്ടാ. സിമ്പിൾ ടച്ചപ്പിനായി സനിതേച്ചി എല്ലാവരും സുഖമായിരിക്കുന്നു. ഇതിലേത് ഐഷാഡോ ആണ് വേണ്ടത് എന്ന് ഞങ്ങളോട് ചോദിച്ചു അല്ലേ സനിതേച്ചി? പക്ഷെ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾക്ക് അങ്ങനത്തെ അഹങ്കാരമൊന്നും ഇല്ല അല്ലേ. ഞാൻ പറയും പേരല്ലേ. അപ്പോൾ ഒരു സനിതേച്ചിന് ഐഷാഡോയിൽ ഇടുന്നുണ്ട്. അപ്പം എന്തായാലും ഇട്ട് ഫൈനൽ ലുക്ക് കാണിക്കാം. കുറച്ച് സമയം ഞാനൊന്ന് ഇവിടെ നിന്ന് മാറി നിന്നപ്പോഴേക്കുണ്ടല്ല ഒരുപാട് കാര്യങ്ങൾ അവിടെ സംഭവിച്ചത്. ഞാൻ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, ഇനി സംഭവിക്കാൻ പോകുന്നു. അല്ല ഞങ്ങൾക്ക് ഓപ്പിലായിട്ട് എന്തോ പോലെ എന്റെ മോളെ, അതാണ് ഓപ്പില്ലെങ്കിൽ എന്തോ പോലെ ആവുന്നൊരു മുത്താന്ന് ഇരിക്കുന്നു എപ്പോഴും പറയണത്. അതല്ല ഓപ്പില്ലാണ്ട് വീഡിയോ ശോകമായിരുന്നു. അങ്ങനെയൊന്നും ഇല്ല ഗൈസ്, നിങ്ങൾ പറയൂ. സജിമോൻ ഇല്ലെങ്കിൽ വീഡിയോ ശോകമായി ഒരു കുഴപ്പമില്ല. അത് നിനക്ക് തോന്നിയാണ്, അത് നിനക്ക് തോന്നിയാണ്. എവിടെ ഒരാളെവിടെ പോക്കാണെന്ന് ഇപ്പൊ തന്നെ എല്ലാരും പറയും. അവന്റെ ആ കലവില പോയതോടുകൂടി വീഡിയോ ഒക്കെ ഒരു വൃത്തിയുണ്ട്. അവൻ വന്ന് തുടങ്ങിയെന്ന്. അല്ല ഇനി എന്ത് ഇരുത്തിയേക്കണ നീന്? ഇതിന് എന്താ ഉദ്ദേശം? വല്ലതുണ്ടാ? കാര്യമായിട്ട് എന്തൊരു ഉദ്ദേശം ഉണ്ടോ ഇതിനാ? എന്തിനാ ഇരുത്തിയ? ആയിക്കോട്ടെ, എന്തായാലും പരിചയപ്പെട്ടതിൽ സന്തോഷം ഉണ്ടോ? പേര് പറഞ്ഞില്ല. ജിജു. അപ്പോൾ ജിജു ബ്രോ ആണ്. പിന്നെ കൂടെ ശ്രീജിത്ത് ബ്രോ ആണ് നമ്മുടെ ഇവിടുത്തെ മേക്കപ്പ് വരെയുള്ളൊക്കെ ചെയ്യുന്നത്. പിന്നെ ഇതാ ഇവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഹായ് ഹായ്. അപ്പൊ സന്തന വെച്ച് ഗള്ളി മനസ്സിലാവണേ ഞങ്ങക്ക് കുറച്ച് കഴിയുമ്പോൾ ആളാ. എന്നാ പിന്നെ സെറ്റ് ആക്കട്ടെ ഗൈസ്, എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. നീക്ക് ഇങ്ങനെ ആക്കിയ സന്തന നിന്നെ അങ്ങനെ ആക്കില്ല. ആക്കട്ടെ, നീ വെറുതെ നിന്നെ ആക്കുന്നില്ല ഒന്നും. വേണ്ട ജന്മനാ ഞാൻ സുന്ദരിയാ, എനിക്ക് മേക്കപ്പിന്റെ ഒന്നും ഒരു ആവശ്യവും ഇല്ല. ഓ കാണാ നമുക്ക്. എന്റെ മോളെന്തെങ്കിലും ഇരിക്കുന്ന ശോകാവസ്ഥയില് നോക്കില്ലേ? ഇവര് പറ്റിയിട്ട് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ചെടുത്ത് വെച്ചോ. ഇന്ന് ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ നല്ല സെറ്റ് ആക്കേണ്ടത് മനസ്സിലായി. ഇന്നത്തെ ആള് ഇതാണ്, എന്താ കമലമ്മയാണ് ഇന്നത്തെ ആള്. എന്തായാലും നമ്മുടെ സന്തന പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നല്ല അടിപൊളിയാക്കി അങ്ങ് സെറ്റ് ആക്കിയിട്ടുണ്ട്. കണ്ട സന്ത തിരിച്ച് മുടിയെല്ലാം നോക്കിയാ കാണിച്ച മുടി കാണിച്ച് അപ്പുറം ബാക്ക് കാണിച്ച മുട്ട സൂപ്പർ ആയിട്ടുണ്ട്. നൈസ്, സൂപ്പർ ആയിട്ടുണ്ട് കേട്ടാ, പൊളിയായിട്ടുണ്ട്. കൊള്ളാം, ഇതാണ് സനിമോൾ. എങ്ങനെയുണ്ട് അഭിപ്രായം പറയണം കേട്ടാ. മാരയുടെ നീ മൊത്തത്തിൽ ചേഞ്ച് ആയിട്ടുണ്ട്. ചേട്ടൻ അങ്ങനെ പറയണെങ്കിൽ നല്ല കാര്യമല്ല, ഈ ചേട്ടൻ പറയൂല. നല്ല പറഞ്ഞോട് മുടി ചെയ്തു. എന്തായാലും കൊള്ളാം. ഇനി ഒരാളുടെ ലുക്കും കൂടി കാണാനുണ്ട്, അതും കൂടി ഇപ്പൊ കാണിച്ചു തരാം. ഇതാ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല കേട്ടാ. അതെ, മുടി എന്താ ഇല്ല, മുടി ഇവിടെ ഉണ്ടായിരുന്നു. എന്റെ മുടി അത് അല്ല, ഒന്ന് മുടി അത് ഒന്ന് ഹീറ്റ് ചെയ്ത് ഒന്ന് ഇതാക്കി തന്നെ. അതെ, പക്ഷെ കൊള്ളാം. അപ്പൊ ഇപ്പൊ കാണുമ്പോ ഇത്രയും മുടിയുള്ള പോലെ ഉണ്ടല്ലോ. ആ സത്യം, അത്രയും മുടിയുള്ള പോലെ ഉണ്ട്. ഞാനതായി അല്ല, മുടി ഇപ്പൊ അത്രയും ഉള്ള പോലെ തോന്നുന്നു. ഫ്രണ്ട് കാണുമ്പോ മുറിച്ചിട്ട പോലെ, ഇത്തിരി കൊള്ള പോലെ തോന്നുന്നു. നോക്കട്ടെ.
മോള് സുന്ദരിയായില്ല, മുടിയെല്ലാം കെട്ടി. ഓ എന്താ പൊളിച്ച് കാട്ടാ. സൂപ്പർ. ദുഗുവിന്റെ കുപ്പായ കഥ നമ്മ കഴിഞ്ഞ ദിവസം എടുത്തില്ലേ? ഇതാ നല്ലുണ്ട് കാണാൻ. ദുഗുന ഡ്രസ് നല്ലോണം ചേരുന്നുണ്ട് മോളെ. അച്ഛക്ക് നല്ല ഇഷ്ടമായി കേട്ടാ. അടിപൊളിയാണ്, കൊള്ളാം. അപ്പൊ സെറ്റ് അല്ലേ? എന്നാ പിന്നെ വിട്ടാലോ നമുക്ക്. ഇവിടെ ഒരാളും അച്ഛൻ, നമ്മ രണ്ടാളും ഇങ്ങനെ ഉണ്ട്. ഇനി ഞങ്ങൾക്ക് പോയിട്ട് മാറ്റണം. എത്ര പോവാന്നാ പിന്നെ ബാ. അപ്പൊ ഇതാ ഫൈനൽ ലുക്ക് രണ്ടെണ്ണത്തിന്റെ. എന്തേ കണ്ടോ? ഇതാണ് സംഭവം. രണ്ടും സെറ്റ് ആയിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ദുഗും സെറ്റ് ആയിട്ടുണ്ട്. ഇതാ നന്ദൂട്ടൻ പുതിയ കുപ്പായാക്കിയിട്ട് സെറ്റായി. ഇനി ഞങ്ങളൊന്ന് മാറ്റണ്ടു. അളിയ ഓ എന്റെ മോനെ, ഇതെന്താ അടിപൊളിയല്ല. ഷർട്ടൊക്കെ മാറ്റിയെടുത്താണ്ട. ഞാൻ നേരത്തെ ഷർട്ട് മാറ്റി അച്ഛനെടുത്തതാണ്. കൊള്ളാം. അച്ചാമയും പൊളിയായി. സൂപ്പർ. ഇതെന്തൊരു കവർ. അത് മറ്റേത് കൊടുക്കണ്ടേ? ഓക്കെ. അപ്പോൾ സെറ്റായി. ഇനി ഞാനും ഇന്ദുവാന്ന് മാറ്റാനുള്ളത്. ഞങ്ങളും പോയി മാറ്റിയിട്ട് വരട്ടെ. എന്താ ഫംഗ്ഷനൊന്നും പറഞ്ഞിട്ടില്ല നമ്മളല്ലേ ഇന്നത്തെ. ഇതും കൂടി കഴിഞ്ഞിട്ട് നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യും. അപ്പൊ അതുകൂടി കഴിയുമ്പോൾ നമുക്ക് കാണുമ്പോൾ നമുക്ക് കാണാം. എന്നാ പിന്നെ ഞാൻ പോയി മാറ്റിയിട്ട് വരട്ടെ. ഓക്കെ. നമ്മൾ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് ഫംഗ്ഷൻ ആയി. എന്താന്ന് പറഞ്ഞിട്ടില്ല. നോക്കിയേ നമ്മുടെ ചേച്ചി, നോക്ക് ഇങ്ങോട്ട് കാണട്ടെ. ശരിക്കും ഇതാ ഞങ്ങൾ അടിപൊളിയായി വന്നപ്പോഴേക്ക് ചേച്ചി ഞങ്ങൾ നോക്കുമ്പോ ചേച്ചി അടിപൊളി നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അതില്ല എന്തായാലും പ്രോഗ്രാമൊക്കെ എന്താണ്? ഞങ്ങളെ അവിടുന്ന് സംസാരിച്ചിരുന്നു, പക്ഷെ പാട്ടിൻ്റെ ശബ്ദം കാരണം ഒന്നും ക്ലിയർ ആവുന്നില്ല. അതാണ് ഞാൻ വോയിസ് ഓവർ ചെയ്തത്. അപ്പോൾ ഇവിടുത്തെ ആദ്യത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മുടെ ജി ചേച്ചിൻ്റെ അമ്മേൻ്റെ സപ്തതി 70ാം വയസ്സിൻ്റെ ഒരാഘോഷമാണ്. അപ്പോൾ അതാണ് ആദ്യത്തെ പ്രോഗ്രാം. ഇവിടെ പാട്ട് ഫാമിലിയൊക്കെ ഇല്ലേ, നമ്മുടെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ട്രെൻഡിങ് ആയിട്ട് ഫാമിലിയായിട്ട് പാട്ടൊക്കെ പാടുന്ന പാട്ട് ഫാമിലീൻ്റെ പാട്ടും പ്രോഗ്രാമുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഫസ്റ്റ് പ്രോഗ്രാം കേട്ടോ. നമ്മുടെ ജിജിയുടെ ഹസ്ബൻഡിൻ്റെ അടുത്ത് നമുക്ക് ചോദിക്കാം. അടിച്ചു പൊളിക്കാം. എടുത്തിട്ടോ കുറച്ച് അടുത്ത് അച്ഛനടുത്തോട്ടെ കുറച്ച് ഒരുപാട് സന്തോഷമുള്ളൊരു ഫംഗ്ഷൻ ആയിരുന്നിട്ട് ഇത്. വേറെ ഒന്നുമല്ല, ജി ചേച്ചി ഇംഗ്ലണ്ടിലാണ്, ഹസ്ബൻഡ് അവിടെയാണ്. ഒരുപാട് തിരക്ക് പിടിച്ച ജീവിതമാണ്. പക്ഷെ എന്നിട്ടും അമ്മക്ക് വേണ്ടി മാറ്റിവെക്കാൻ കാണിച്ച ഈ ഒരു സമയം ഇവിടെ വന്ന് ഇതുപോലൊരു ഫംഗ്ഷൻ നമ്മുടെ ഇവിടെ നടത്തി. അത് ഒക്കെ ഒരു എന്താ പറയുക, എല്ലാ മക്കളും കണ്ടുപിടിക്കേണ്ട ഒരു കാര്യം. അത് നമ്മൾ അച്ഛനമ്മമാരെ എങ്ങനെ സ്നേഹിക്കണം, അവരെങ്ങനെ കെയർ ചെയ്യണം, അവരുടെ സന്തോഷം എങ്ങനെ നിലനിർത്തണം എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ, നമുക്ക് പഠിക്കാനുള്ളൊരു ഇതും കൂടിയാണ് ജി ചേച്ചി കാണിച്ചിരുന്നത്. ഈ സമയത്ത് ആ അമ്മയുടെ ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് എത്രത്തോളം ഉണ്ടെന്ന് പറഞ്ഞറിയിക്കാൻ വേണ്ടി പറ്റൂല കേട്ടോ. ഞങ്ങൾക്കും ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റും. ഒരുപാട് സന്തോഷം. അപ്പോൾ അവര് ഇന്ന് ഈ വേദിയിൽ ഈ സന്തോഷം പങ്കിടാൻ എത്തിയതിൽ തന്നെ വലിയ സന്തോഷം, ഹാപ്പിയൊക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. കാരണം ഒരു ജാടയില്ലാത്ത ആളുകളാണ്. ഞാൻ വീഡിയോയിലൊക്കെ കാണുമ്പോൾ ഒത്തിരി ഇഷ്ടമാണ്. അതേപോലെ തന്നെ കുറച്ച് സമയം നിങ്ങൾ വീഴ്ചയെങ്കിലും തീരെ ജാടനാഥ വളരെ കൈകരി കൊടുത്തത് ഇത് തന്നെയാണ് ഇവരുടെ വിജയം ഉണ്ടാവും. ഓക്കെ. ആദ്യം തന്നെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും, അതുപോലെ തന്നെ നമ്മളെല്ലാവരും വന്നത് നമ്മുടെ കമലമ്മേൻ്റെ 70ാമത്തെ ബർത്ത്ഡേക്കാണ്. അപ്പോൾ ഒരുപാട് സന്തോഷമുള്ള ഒരു നിമിഷമാണ്. ഞങ്ങൾക്ക് ഈ ഒരു സന്തോഷത്തിൽ പങ്കെടുക്കാൻ പറ്റി അതിലേറെ സന്തോഷമുണ്ട്. കാരണം നമ്മളെല്ലാവരും തിരക്ക് പിടിച്ചൊരു ജീവിതത്തിലാണ്. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഓട്ടത്തിലാണ്, തിരക്കുകളാണ്. അപ്പോൾ ആ തിരക്ക് പിടിച്ച ലൈഫിലും ഇതുപോലെ നമ്മുടെ അച്ഛനമ്മമാരുടെയൊക്കെ ബർത്ത്ഡേ ഒക്കെ ഓർത്തെടുത്ത് നമുക്കത് ഇതുപോലെ നടത്താൻ കാണിക്കുന്ന ഒരു മനസ്സ്, അത് ജി ചേച്ചി എന്താ പറയണ്ടേ. അതുപോലെ തന്നെ പാട്ട് ഫാമിലി എന്താ പറയാ, പൊളിച്ചടുക്കുകയാണ് അവര്. അപ്പൊ ഞാൻ മാത്രം ഇങ്ങനെ പ്രസന്റ് ചെയ്യുന്ന ശരിയാവില്ലല്ലോ. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ ലീഗ് കൊടുക്കാം, ബാക്കി എന്താ പറയാ. ഞാനിപ്പോ സ്റ്റേജിൽ ഇങ്ങനെ എന്തെങ്കിലും പരിപാടിക്കൊക്കെ പങ്കെടുക്കുമ്പോഴേ ഇവിടെ അവിടെ നിന്ന് കയറുമ്പോ പറയും, എനിക്ക് മൈക്ക് തരുന്നത്, എനിക്ക് മൈക്ക് തരുന്നത്. ഞാൻ പക്ഷേ മലപ്പൂർവ്വം വന്നിട്ട് എത്ര സ്റ്റേജ് കയറുണ്ടോ ഇതുപോലെ ഞാൻ കുറച്ച് സമയത്തിന് ഞാൻ പറയും, എനിക്ക് മൈക്ക് കൊടുക്കാൻ പറയും. ഞാൻ നൈസിലങ്ങോട്ട് കൊടുക്കും. ഞങ്ങൾ എന്തെങ്കിലും പറയട്ടെ. ഇത് കഴിഞ്ഞ് അവിടെ പോയിരിക്കുമ്പോഴും എനിക്കൊരു മൈക്ക് തന്നെ. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മളിപ്പോൾ എത്ര വേദികളിൽ പങ്കിട്ടെന്ന് പറഞ്ഞാൽ സ്റ്റേജ് ഫിയർ എന്ന് പറയുന്ന ആ ഒരു ഭയം ഇപ്പോഴും ഞങ്ങളെ
വിട്ട് പോയിട്ടില്ല. ഇവരെല്ലാം ഇങ്ങനെ സ്റ്റേജിൽ എല്ലാവരും മുമ്പിൽ പ്രസന്റ് ചെയ്യുന്ന പോലെ ഞങ്ങൾക്ക് അത്രത്തോളം പറ്റില്ല സത്യം പറയാം. ഞങ്ങൾ ഈ ക്യാമറയുടെ മുമ്പിൽ നമ്മളെ പ്രസന്റ് ചെയ്യും, പക്ഷെ ജനങ്ങളുടെ മുമ്പിൽ ഇപ്പോഴും സ്റ്റേജിൽ നിൽക്കാൻ ഞങ്ങൾക്ക് ആ ഒരു ഭയം അതൊക്കെ ഇപ്പോഴും ഉണ്ട്. നമ്മൾ വീട്ടിൽ മാറിയിട്ടില്ല. അപ്പൊ എന്തായാലും നീ നോക്കാം. ഇതൊരു ചതി തന്നെയാണ് കേട്ടാ, എപ്പോഴും ഉള്ളതാണ്. ഇനി മുതലേ എപ്പോഴും സ്റ്റേജിൽ കയറിയാൽ ഞാൻ എന്തെങ്കിലും ഫസ്റ്റ് പറഞ്ഞിട്ട് വേഗം ഒഴിവായിക്കോളാം. ഇത് എപ്പോഴും ഉള്ളതാണ്, എനിക്ക് മൈക്ക് കൊടുക്കാനറിയില്ലേ. അപ്പൊ എന്തായാലും ഇവിടെ കമലമ്മയുടെ ബർത്ത്ഡേക്ക് വരാൻ പറ്റിയതും ഇവിടെ വരാൻ പറ്റിയത് തന്നെ ജി ചേച്ചിനെ പരിചയപ്പെട്ടത് കൊണ്ടാണ് കേട്ടാ. ജി ചേച്ചിനെ പരിചയപ്പെട്ടത് ഞങ്ങള് വീഡിയോയിൽ എടുക്കുന്നത് കൊണ്ട് കൂടിയാണ്. കാരണം ഞങ്ങള് വീഡിയോ കണ്ടിട്ട് പരിചയപ്പെട്ടതാണ്. ജി ചേച്ചി മെസ്സേജ് അയച്ചു, അങ്ങനെ ഫോൺ വിളിച്ചു, പിന്നെ ജി ചേച്ചി ഞങ്ങളെ വീട്ടിൽ വന്നു. അങ്ങനെ ഇപ്പം ജി ചേച്ചി ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വന്തം ചേച്ചി തന്നെയാണ് കേട്ടാ. അപ്പൊ എന്തായാലും കമലമ്മേന്റെ ബർത്ത്ഡേക്ക് ഇവിടെ വരാനും നിങ്ങളെ എല്ലാവരെയും പരിചയപ്പെടാനും പറ്റിയതിലും പിന്നെ പാട്ട് ഫാമിലിന്റെ പാട്ട് കേൾക്കാൻ പറ്റിയതിലെല്ലാം ഒരുപാട് സന്തോഷമുണ്ട്. കമലമ്മക്ക് ഞങ്ങളുടെ 1000 ബർത്ത്ഡേ ആശംസകൾ നൽകുന്നു. അപ്പൊ എല്ലാവരോടും സ്നേഹം മാത്രം. ഒന്നും പറയാനില്ല. ഇവിടെ വന്ന് കമലമ്മക്ക് ബർത്ത്ഡേ ആശംസകൾ നൽകുന്നു. അതല്ല, നമ്മളെ ചേച്ചി നമ്മളെ സ്വന്തം ചേച്ചിയാണ്. അപ്പൊ വേറൊന്നുമില്ല, ഇവര് പറഞ്ഞതിന് അഭിപ്രായമൊന്നുമില്ല. അപ്പൊ അത്രയേ ഉള്ളൂ. എല്ലാം ഞാനൊരു കാര്യം പറയട്ടെ, എപ്പോഴും ഓപ്പൺ സ്റ്റേജിൽ കയറിയിട്ട് എനിക്ക് മൈക്ക് കൊടുക്കാന്ന് അറിയില്ലേ. ഇത്തവണ എന്തായാലും ഇവിടം വരെ വന്നതല്ലേ, അപ്പൊ ഈ പാട്ട് ഫാമിലിയുടെ അത്രയും പിടിച്ചു നിൽക്കാനൊന്നും ഓപ്പക്ക് പറ്റൂല. എന്നാലും ഈ തവണ ഓപ്പ ഒരു നാടൻ പാട്ട് പാടിയിട്ട് എന്റെ കാര്യം ഒരു പാട്ട് പാടണം. സംഭവം ഇവിടെ ഒരു പ്രോഗ്രാം ഇവിടെ അമ്മയൊക്കെ നടത്താനുണ്ട്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് നമ്മള് ഞങ്ങൾ ഈ പാട്ട് കഴിഞ്ഞിട്ട് ചടങ്ങുകൾ നടത്തുന്നുള്ളൂ ഇല്ലേ? ഇല്ലേ ചേച്ചി? ഇല്ലേ, ഞങ്ങൾ ഈ പാട്ട് ഞങ്ങൾ നടപ്പുണ്ട്. അതായത് നമ്മളിപ്പോ കുറച്ചു നേരം നമ്മൾ സംസാരിച്ചിട്ടുള്ളൂ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇദ്ദേഹത്തിന്റെ സംസാരമുണ്ട്. ഞാൻ കുറെ നേരം കേട്ടിരിക്കും വീഡിയോയില്. അത്രയും ഒരു എന്താ പറയാ, ഒരു സാധാരണ ഒരു പച്ചഭാവം സംസാരിക്കുന്ന പോലെയാണ്. അപ്പോ അങ്ങനെ തന്നെയല്ലേ? അങ്ങനെ തന്നെയാണ്. അപ്പൊ എന്തായാലും ഒത്തിരി സന്തോഷം, നിങ്ങൾ കാണാൻ പറ്റിയത് വലിയ സന്തോഷം അറിയിക്കുകയാണ്. ഇവര് കേരളക്കര അതുപോലെ തന്നെ അതിന് അപ്പുറത്തേക്കൊക്കെ എല്ലാവരും മലയാളികളുണ്ടെങ്കിൽ ഇവരുടെ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ടാവും. ഒരു പ്രാവശ്യം കണ്ടാൽ വീണ്ടും വീണ്ടും കാണാൻ ഇഷ്ടമുള്ള ഒരു ഫാമിലിയാണ്. അവരുടെ വീഡിയോസും എല്ലാം വളരെ സാധാരണക്കാർക്കും എത്ര ആളുകൾക്കും നമുക്ക് സമയം പോകുന്നതറിയില്ല. അപ്പൊ എന്തായാലും കമലമ്മേൻ്റെ 70ാമത്തെ ബർത്ത്ഡേ ഞങ്ങൾ അടിച്ച് പൊളിച്ചങ്ങ് ആഘോഷിച്ചിട്ടാ. കമലമ്മക്ക് ഒരുപാട് സന്തോഷമായി. ജി ചേച്ചിക്ക് അതിലേറെ സന്തോഷം. നല്ല അടിപൊളി ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഫുഡൊക്കെ നമ്മൾ കഴിച്ചു. അതിനുശേഷം DJ സ്റ്റാർട്ട് ചെയ്തോട്ടെ. എല്ലാവരും പിന്നെ ഡാൻസ് ആയിരുന്നു. അപ്പോൾ ഈ വ്ളോഗ് നമുക്ക് തൽക്കാലം ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. പക്ഷെ കഴിഞ്ഞില്ല, നാളത്തെ വ്ളോഗിലാണ് നമ്മൾ പറഞ്ഞ കല്യാണവും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ വെയിറ്റ് ചെയ്തിരുന്നോ, നാളെ രാവിലെ 11 മണിക്ക് കാണാം കേട്ടോ.